പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 12-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. എല്ലാത്തിനും കർത്താവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ ജയോത്സവമായി നടത്തിയ കർത്താവിന്, അത്ഭുതമായി നടത്തിയ കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, ആമേൻ, കൈ പിടിച്ച് നടത്തുന്ന കർത്താവിന്, യഹോവ നിസ്സിയായി നമ്മുടെ കൂടെ ഇരുന്ന് ജയത്തോടെ നമ്മളെ നടത്തുന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ കർത്താവാകുന്നു. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനായ ദൈവമാകുന്നു. തന്നോട് ചോദിക്കുന്ന ഏവർക്കും കൊടുപ്പാൻ തക്കവണ്ണം അങ്ങ് സമ്പന്നനായവനാകുന്നു. ഈ പ്രഭാതി കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, കരുണയ്ക്കായിട്ട് സ്തോത്രം, സ്നേഹത്തിനും വാത്സല്യത്തിനുമായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയ സമാധാനം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. സ്വർഗീയ സന്തോഷമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. അസാധാരണ ആത്മീക നിറവും കൃപകളും ഇന്നത്തെ ദിവസം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ പകരപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആത്മീക ലെവല് മാറട്ടെ. ആമേൻ. അടുത്ത ഒരു തലത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഉയരുവാൻ ഇന്നത്തെ ദിവസം ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ഈ ദിവസത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആഴമായി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചാൽ, പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുക. ഇവരുടെ ശരീരം പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ. ദേഹി ആത്മാവ് സൗഖ്യമാകട്ടെ, ശക്തി പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് ശരീരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. ആ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തിയാൽ നിറയട്ടെ, ദൈവശക്തിയാൽ നിറയട്ടെ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചെറുതും വലുതുമായ എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചെറുതും വലുതുമായ എല്ലാ അസ്വസ്ഥതകളും രോഗങ്ങളും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. തലയ്ക്കകത്തുള്ള വേദന മാറിപ്പോകട്ടെ, ബാക്ക് പെയിനുകൾ മാറിപ്പോകട്ടെ, അസ്ഥികളുടെ പെയിനുകൾ മാറിപ്പോകട്ടെ, വയറിനകത്തുള്ള അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ, നെഞ്ചിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ വന്നതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ വന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവെ, അതുപോലെ അവർ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു, ബിസിനസ് സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം നേടുവാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ ശാരീരികമായ ക്ഷീണങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഈ എക്സാം ടൈമിൽ കുഞ്ഞുങ്ങളെ പ്രത്യേകം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലെസ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി അങ്ങനെ ശുശ്രൂഷയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായ ഒരു ചലനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിന്മേൽ അത്ഭുതങ്ങൾ ചെയ്തതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്നലത്തെ മീറ്റിംഗും അനുഗ്രഹമായി നടന്നു. കർത്താവ് ഇന്നലെയും തൻ്റെ ജനത്തെ കൂട്ടിവരുത്തി നമുക്ക് ആവശ്യമായ മന്നാ തന്ന് നമ്മളെ അനുഗ്രഹിച്ചു.
ഇനി കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെയാണ് നമ്മുടെ സഭായോഗം. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 55 56 വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കാം. ആക്ട്സ് 7:55 and 56. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സ്തെഫാനോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലുള്ള തൻ്റെ ലൈഫിലെ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വേണേൽ പറയാം. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നു, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പോൾ സ്തെഫാനോസ് വിളിച്ചു പറയുക, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ്. ആമേൻ. ആത്മീയ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് നമുക്ക് സ്വർഗീയമായ വിഷനുകളെ നമുക്ക് തരുന്നത്. ആമേൻ. ഹെവൻലി വിഷൻസിനെ തരുന്നത്. ആമേൻ. ആക്ച്വലി നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകുമ്പോൾ സ്തെഫാനോസ് നിൽക്കുന്നത് പീഡകളുടെ നടുവിലാണ്. പക്ഷേ ആ പീഡകളുടെ നടുവിൽ ആത്മാവിൽ നിറഞ്ഞു. അപ്പോൾ അദ്ദേഹം കാണുന്നത് മരണത്തെയല്ല, മറിച്ച് അദ്ദേഹം കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ സാഹചര്യത്തെ മാറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ ആ എൻവയോൺമെൻറ്റിൽ നമ്മൾ എന്ത് കാണുന്നു അതിനെ പരിശുദ്ധാത്മാവിന് മാറ്റാൻ കഴിയും. അതെന്ന് വെച്ചാൽ സ്തെഫാനോസിൻ്റെ സാഹചര്യം മാറിയിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? സ്തെഫാനോസ് ആ സാഹചര്യത്തിന് നടുവിൽ സാഹചര്യത്തെ കാണാൻ അനുവദിക്കാതെ താൻ കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സഹായിച്ചു. അപ്പം നമ്മൾ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഒന്ന് ഭയം അല്ലെങ്കിൽ ഭയത്തിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. ആമേൻ. സ്വർഗം നമുക്ക് ഏറ്റവും അടുത്തായി നമുക്ക് തോന്നും, നമുക്ക് കൂടുതൽ യാഥാർത്ഥ്യമായി തോന്നും. ആമേൻ, സ്തോത്രം. നമ്മുടെ ഇതിൻ്റെ എല്ലാം മുമ്പിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ പ്രഷറുകളെ നമുക്ക് ജയിക്കുവാൻ കഴിയും. ആമേൻ. അതുപോലെ തന്നെ ഈ സ്തെഫാനോസ് പറയുന്നൊരു കാര്യമുണ്ട്, യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. അർത്ഥം എന്തുവാ? യേശു റിയലായി. സ്തെഫാനോസിനെ സംബന്ധിച്ചിടത്തോളം യേശു എന്തായി? ജീവിക്കുന്ന യേശുവിനെ കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ സ്തെഫാനോസ് കാണുന്നത് എന്തെങ്കിലും ഒരു തിയോളജിക്കലായ കാര്യങ്ങളല്ല കാണുന്നത്. സ്തെഫാനോസ് കാണുന്നത്, ആമേൻ, എന്താ കാണുന്നത്? ദൈവത്തിൻ്റെ മഹത്വവും യേശു എഴുന്നേറ്റ് നിൽക്കുന്നതുമാണ് സ്തെഫാനോസിൻ്റെ കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. അതായത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. ആമേൻ. എന്തിനു വേണ്ടിയാ? ആമേൻ, തൻ്റെ വിലപ്പെട്ട സാക്ഷിയായ സ്തെഫാനോസിനെ ആമേൻ ബഹുമാനിക്കുവാൻ, ആമേൻ റിസീവ് ചെയ്യുവാൻ, ആമേൻ ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പം എന്താണ്? ഹോളി സ്പിരിറ്റിൽ ഒരാൾ നിറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അനുഭവം എന്താണ്? യേശു റിയലായി മാറും. ഹല്ലേലൂയ, യേശു റിയലായി. മൂന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ആമേൻ ആ അൺഷെയ്ക്കബിളായുള്ള ധൈര്യമുണ്ടാകും. യാതൊരു വിധത്തിലുള്ള ഭയവും അദ്ദേഹത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. ഫുള്ളി സ്തെഫാനോസ് കോംപ്രമൈസ് ചെയ്യുന്നില്ല. സ്തെഫാനോസ് ഫുള്ളി എന്തായി നിൽക്കുക? ധൈര്യത്തോടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പം ഈ ധൈര്യമെന്ന് പറയുന്നത് ഇതൊരു പേഴ്സണാലിറ്റി അല്ല, പക്ഷേ ഇതൊരു പ്രൊഡക്റ്റ് ഓഫ് സ്പിരിച്വൽ ഫുൾനെസ് എന്ന് പറയാം. അതായത് ആത്മനിറവിൻ്റെ ഒരു റിസൾട്ടാണ് ധൈര്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ വ്യക്തിയിൽ കാണുന്ന ധൈര്യം എന്ന് പറയുന്നത്. ആത്മനിറവുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, ധൈര്യമുള്ള ചർച്ച ആയിരിക്കും. അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടത്തില്ല. ആത്മനിറവുള്ളവൻ പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടത്തില്ല. ആമേൻ. അതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, കൂട്ടമായിരിക്കും ആമേൻ ആത്മനിറവുള്ളവർ. ആമേൻ. വിശ്വസ്തരായിരിക്കും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവരവരുടെ സാക്ഷ്യം മാറ്റിക്കളയത്തില്ല. അവർ വിശ്വസ്തരായി നിൽക്കും. അതാണ് ആത്മനിറവിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ തലമുറയിൽ നമുക്ക് ആവശ്യം എന്താണ്? ആത്മാവിൻ്റെ നിറവ്. അതുകൊണ്ട് ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ കൈകളെ ഒന്ന് ഉയർത്താം, കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വാസ്തവമായ ആത്മനിറവ് ഞങ്ങൾക്ക് തരണം. ഈ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളെല്ലാവരും ഒരുപോലെ ഞങ്ങളുടെ കൈകളെ ഉയർത്തി. കർത്താവെ, സ്തെഫാനോസ് ആ പ്രതിസന്ധിയുടെ നടുവിൽ ഉറച്ചു നിന്നതുപോലെ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാത്മപകർച്ച ഞങ്ങൾക്ക് തരണം. ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാത്മപകർച്ച ഞങ്ങൾക്ക് തരണം. യേശുവിൻ്റെ നാമത്തിൽ
ദൈവത്തിൻ്റെ ആത്മാവിനാൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ. ആത്മശക്തിയാൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ. ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ. അത്ഭുതമായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി നമുക്ക് പറയാം, അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കണ്ണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.